അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് മയ്യത്ത് കഫൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മയ്യത്ത് നിസ്കാരം നിർവഹിക്കാവുന്നതാണ്. സലാത്തുൽ ജനാസ് മയ്യത്തിൻ്റെ പരിപാലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ജനാസ നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഈ ജനായിസ് കിതാബു സലാത്തിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഈ കിതാബുൽ ജനായിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാബുൽ ജനായിസ് എന്ന് പറയുന്ന മരണാനന്ത കർമ്മങ്ങളെ കിതാബു സലാത്തിലാണ് കൊണ്ടുവന്നിട്ട്. ഇപ്പോൾ നമുക്ക് ഫിഖ്ഹിൻ്റെ കിതാബിൽ കിതാബു തഹാറ ശുദ്ധീകരണത്തിൻ്റെ മസല, കിതാബു സലാ നിസ്കാരത്തിൻ്റെ മസലകൾ, പിന്നെ സക്കാത്ത്, സൗമ്, ഹജ്ജ്, അങ്ങനെ പോവും. അപ്പം അതിൽ മയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പല സ്ഥലത്തും വരുന്നുണ്ട്, അനന്തരാവകാശങ്ങളിൽ വരുന്നുണ്ട്, അങ്ങനെ പലയിടത്തും വരുന്നുണ്ട്. പക്ഷേ ഈ അഹ്കാമുൽ ജനായിസ് മുഴുവനും അവർ കിതാബു സലയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞത് കാരണം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മയ്യത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നൊരു കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരത്തിന് മുമ്പുള്ള കാര്യങ്ങളാണിത്. മയ്യത്തിനെ ശുദ്ധിയാക്കുന്നു, നിസ്കാരത്തിന് വസ്ത്രമൊക്കെ വൃത്തിയായിരിക്കണം, ആ വൃത്തിയിലുള്ള വസ്ത്രം കഫൻ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൽ, നിസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ എല്ലാവർക്കും പങ്കെടുക്കാനും പറ്റില്ല, കുറച്ച് ആൾക്കാർക്കേ പറ്റുള്ളൂ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കരുത്. കാരണം വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് മയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ മയ്യത്ത് നിസ്കാരത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ നോട്ടിൽ അതുണ്ട്, പിന്നീട് വായിച്ചു നോക്കിയാലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടെ വായിച്ചു നോക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് നിയ്യത്ത് ഉണ്ടാകണം. ഏത് നിസ്കാരത്തെയും പോലെയും മയ്യത്ത് നിസ്കാരമാണ് ഞാൻ നിർവഹിക്കുന്നത് എന്നുള്ള നിയ്യത്ത് ഒരാൾക്ക് ഉണ്ടാകണം. അതല്ലാതെ അയാൾ വേറെ എന്തെങ്കിലും നിയ്യത്തിൽ സുന്നത്താണ്, വേറെ എന്തെങ്കിലും നിയ്യത്തിൽ വെച്ച് നിസ്കരിച്ചാൽ അത് ശരിയാവില്ല. മയ്യത്താണ് നിസ്കരിക്കുന്നത് എന്നുള്ള നിയ്യത്ത് വേണം. ഇനി മയ്യത്ത് നിസ്കാരം നമുക്ക് മനസ്സിലാക്കേണ്ടത് ജമാഅത്തായിട്ടും ഒറ്റയ്ക്കും നിസ്കരിക്കാം, രണ്ടും നിസ്കരിക്കാം. ജമാഅത്ത് എന്നുള്ളത് മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തല്ല, ഒറ്റയ്ക്കും ഒരാൾക്ക് നിസ്കരിക്കാം. അതേപോലെ തന്നെ മയ്യത്ത് നിസ്കാരം മയ്യത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്തത് മുതൽ ആരംഭിക്കാം, പള്ളിയിലേക്ക് എത്തണം എന്നില്ല. ഇപ്പോൾ ഒരാൾ വീട്ടിൽ തന്നെ മയ്യത്ത് കുളിപ്പിച്ച് അവിടെ കഫൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, നിസ്കരിക്കാം. പക്ഷേ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് മയ്യത്ത് നിസ്കാരം നിർവഹിക്കരുത്. കുളിപ്പിച്ച് കഫൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം, ഒരാൾക്ക് ഇപ്പോൾ നേരത്തെ പോകേണ്ട ഒരാളുണ്ടാവും, അയാൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ മയ്യത്ത് നിസ്കാരം നിർവഹിക്കാം, ഒറ്റക്കോ അല്ലെങ്കിൽ അവരൊരു 3-4 ആൾക്കാരുടെ ജമാഅത്തായിട്ടോ നിസ്കരിക്കാം. പിന്നീട് അത് പള്ളിയിലേക്ക് കൊണ്ടുപോയാൽ മതി. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ വെച്ചിട്ട് ഒരാൾക്ക് നിസ്കരിക്കാം. നമ്മൾ പറഞ്ഞത് ജമാഅത്തായിട്ട് നിസ്കരിക്കാം, ഒറ്റക്കായിട്ട് നിസ്കരിക്കാം. ഇനി മയ്യത്ത് പുരുഷനാണെങ്കിൽ മയ്യത്തിൻ്റെ തലഭാഗത്താണ് ഇമാം നിൽക്കുക, സ്ത്രീ ആണെങ്കിൽ മധ്യഭാഗത്താണ്, ശരീരത്തിൻ്റെ മധ്യഭാഗത്താണ് ഇമാം നിൽക്കുക. ഇതുമായി ബന്ധപ്പെട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു അസറുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, അന്നഹു സല്ല അല ജനാസ ഫവഖഫ ഇൻദ റഅസി റജുലി വവസത അൽ മർഅ. അദ്ദേഹം ജനാസ നിസ്കരിക്കുമ്പോൾ പുരുഷൻ്റേത് തലഭാഗത്തും സ്ത്രീകളുടേത് മധ്യഭാഗത്തും നിന്നു. ഫസുഇൽ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ചോദിക്കപ്പെട്ടു, ഹാകദ കാന യഫഅലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് ഹദീസുകളിൽ നിന്നും നമുക്ക് സ്ഥിരപ്പെടുന്ന കാര്യമാണ്. മയ്യത്ത് നിസ്കാരത്തിന് മറ്റ് നിസ്കാരം പോലെ തന്നെ നിൽക്കൽ ഇത് നമുക്ക് എന്തുണ്ട്, ഷർത്തുണ്ട്. അൽ ഖിയാമു മഅൽ ഖുദ്റ, നിൽക്കൽ നിർബന്ധമാണ്. അപ്പോൾ കഴിവില്ലാത്ത ആളുകൾക്ക് ഇരുന്ന് നിസ്കരിക്കാം, അതല്ലാത്ത ആളുകൾ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം. മയ്യത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളാണ്. മയ്യത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളാണ്, ഇജ്മാ ഉള്ള കാര്യമാണ്. ചിലർ പറഞ്ഞു ഓരോ തക്ബീറും ഓരോ റക്കായത്തിന് 4 റക്കായത്തുള്ള നിസ്കാരത്തിനെ പ്രതിനിധീകരിക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇപ്പം ഏറ്റവും കുറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 തക്ബീർ ഉള്ളതാണ് സ്ഥിരപ്പെട്ടത്. അതിൽ കൂടുതലും ചില കാര്യങ്ങൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, 5 തക്ബീറുകളും ഒക്കെ ഉള്ളത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 4 തക്ബീറുകൾ എന്തുണ്ട്, മയ്യത്ത് നിസ്കാരത്തിനുണ്ട്. അതാണ് ഏറ്റവും മഷ്ഹൂറായതും പ്രസിദ്ധമായതും അത് തന്നെയാണ്. ഇനി മയ്യത്ത് നിസ്കാരത്തിൻ്റെ രൂപം നമുക്കറിയാം. ഫസ്റ്റത്തെ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. നിസ്കാരത്തിലേക്കുള്ള തക്ബീർ തക്ബീറത്തുൽ ഇഹ്റാമാണ്. അത് എന്ത് ചെയ്യണം, ചൊല്ലണം. അത് ചൊല്ലാതെ ശരിയാവുകയില്ല. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ പതുക്കെ പാരായണം ചെയ്യണം. അത് ജമാഅത്ത് നിസ്കാരമാണെങ്കിലും ശരി, ഒറ്റക്കാണെങ്കിലും ശരി, സൂറത്തുൽ ഫാത്തിഹ പതുക്കെ പാരായണം ചെയ്യണം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, അസ്സുന്നത്തു ഫി സ്വലാത്തി അലൽ ജനാസ അൻ യഖറഅ ഫി തക്ബീറത്തുൽ ഊല ബി ഉമ്മിൽ ഖുർആനി മുഖാഫതതൻ. സുന്നത്ത് ജനാസ നിസ്കാരത്തിൽ സുന്നത്തായിട്ടുള്ളത് ഒന്നാമത്തെ തക്ബീറിൽ ഫാത്തിഹ പതുക്കെ പാരായണം ചെയ്യലാണ്. സുമ്മ യുക്കബ്ബിറു സലാസൻ, പിന്നീട് 3 തക്ബീർ ഉണ്ടാകും. വത്തസ്ലീമു ഇൻദൽ ആഖിറ, അവസാനം തസ്ലീമുണ്ട്, സലാം വിട്ടലുണ്ട് എന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാൻ. സ്വഹാബി മയ്യത്ത് നിസ്കാരത്തിൻ്റെ രൂപം പറയാൻ. ഇപ്പോൾ സ്വഹാബി അങ്ങനെയുള്ള കാര്യം പറഞ്ഞാൽ അതൊരിക്കലും ഇജ്തിഹാദി ആയിരിക്കുകയില്ല, സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതായിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയുള്ള
ഹുക്കുമാണ് അത്തരം കാര്യങ്ങൾക്ക് ഉണ്ടാവുക എന്നാണ്. അപ്പോൾ ഫസ്റ്റ് അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ അവിടെ സൂറത്തുൽ ഫാത്തിഹ ഓതും. അത് ജമാഅത്താണെങ്കിൽ മാത്രമേ അല്ലാഹു അക്ബർ ഒച്ചത്തിൽ പറയേണ്ടതുള്ളൂ. ഒറ്റക്കാണെങ്കിൽ നമ്മൾ പതുക്കെ തന്നെ പറഞ്ഞാൽ മതി. രണ്ടാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ഇബ്രാഹിമി സ്വലാത്താണ്. നമ്മൾ നിസ്കാരത്തിൽ തശഹുദിന് ശേഷം ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ഇന്നക ഹമീദും മജീദ് വരെയുള്ള ആ സ്വലാത്ത് ഒരാൾ നിർവഹിക്കുക. ഈ രണ്ട് കാര്യങ്ങളും റുക്കിന് തന്നെയാണ്, നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം തക്ബീറിന് ശേഷം, സലാത്തിന് ശേഷമുള്ള തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഇതും മയ്യത്ത് നിസ്കാരത്തിൻ്റെ റുക്കിനാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ദുആ തന്നെ ചെല്ലലാണ് ഏറ്റവും അഫ്ളൽ. എന്നൊരാൾ മയ്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല ദുആ പുറത്തു കൊടുക്കാനും മറ്റുമൊക്കെ ഒരു ദുആ ചെയ്താലും അവിടെ ശരിയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ മയ്യത്തിന് പുറത്തു കൊടുക്കണേ, കാരുണ്യം ചൊരിയണം എന്ന് പറഞ്ഞാലും ദുആയായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ ചൊല്ലലാണ് ഏറ്റവും അഫ്ളൽ. ഇത് നമ്മൾ പഠിക്കാതിരിക്കരുത്, നമ്മൾ പഠിക്കണം. കാരണം നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെടുന്നു പോകുന്ന സമയത്ത് നമുക്ക് ഈ ദുആ അറിയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രൂപത്തിലായിരിക്കും ആ മയ്യത്തിനോട് എന്ത് ചെയ്യുക, ബാധ്യത വിടുക. എന്നാൽ ഈ പഠിപ്പിച്ച ദുആ ചെയ്യുകയാണ് എങ്കിൽ അല്ലാഹു സ്വീകരിച്ചാൽ നമുക്ക് ആ മയ്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നേട്ടമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് അറിയാത്ത ആളുകൾ എന്ത് ചെയ്യണം, ഇത് പഠിക്കണം, ഹിഫ്ളാക്കണം, മനപ്പാടാക്കണം. പിന്നെ പഠിക്കാൻ വിചാരിക്കരുത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തല്ല നമുക്കിത് ആവശ്യം വരിക. അതുകൊണ്ട് നമ്മളിത് ഹിഫ്ളാക്കണം, ആ പ്രാർത്ഥന ഹിഫ്ളാക്കണം. പലപ്പോഴും മയ്യിത്ത് നിസ്കാരത്തിന് എത്തുന്ന സമയത്ത് അവിടെയുള്ള ഇമാമ് മൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ പറയും, അറിയാത്ത ആളുകൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറഞ്ഞാൽ മതി. ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടരുത്, നമ്മളത് പഠിക്കണം. അതുകൊണ്ട് ഈ പ്രാർത്ഥന ഇപ്രകാരമാണ്. ഇമാം മുസ്ലിം ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. അതിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു. അല്ലാഹുവേ മയ്യത്തിന് പുറത്തു കൊടുക്കണം, അതുപോലെ മയ്യത്തിന് കാരുണ്യം ചൊരിയണം, അതുപോലെ തന്നെ മയ്യത്തിന് ആഫിയത്ത് കൊടുക്കണം, സൗഖ്യം നൽകണം, അതുപോലെ മയ്യത്തിന് മാപ്പ് നൽകണം. മയ്യത്തിന് എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കണം റബ്ബേ. വഅക്രിം നുസ്ലഹു, അദ്ദേഹത്തിൻ്റെ പ്രവേശന സ്ഥലം നീ അത് ആദരിക്കണം, ഇക്റാം ചെയ്യണം. വവസ്യ മുദ്ഖലഹു, അദ്ദേഹത്തിൻ്റെ പ്രവേശന സ്ഥലം വിശാലമാക്കണം, ഖബറിടം വിശാലമാക്കണം. വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദ്, അദ്ദേഹത്തെ വെള്ളം കൊണ്ടും ആലിപ്പഴം കൊണ്ടും തണുപ്പ് കൊണ്ടും നീ കഴുകണം. ഇതെന്തുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചത്? പല സ്ഥലത്തും ഈ വെള്ളവും ആലിപ്പഴമൊക്കെ പറയാറുണ്ട്. നമ്മൾ അല്ലാഹുമ്മ ബാഇദ് ബൈനിയിലൊക്കെ ഇത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ പറയാനുള്ള കാരണം ഇബ്നു ഉസൈമിൻ റഹിമഹുള്ളാഹ് പറയുന്നത്, നമ്മുടെ പാപങ്ങൾ അതിൻ്റെ അനന്തരഫലം ചൂടാണ്, തിന്മകളുടെ അനന്തരഫലം ചൂടാണ്. ആ ചൂടിനെ തണുപ്പിക്കാൻ ഈ കാര്യങ്ങളാണ് വേണ്ടത്. അതുകൊണ്ടാണ് അത് അങ്ങനെ ആലങ്കാരികമായി പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ആ രൂപത്തിൽ കഴുകണം എന്ന് അല്ലാഹു തആല പറയാണ്. വനഖിഹി മിനൽ ഖതായ കമാ നഖൈത സൗബുൽ അബിയദ മിനദ് ദനസ്, വെള്ള വസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധിയാക്കപ്പെടുന്നത് പോലെ അദ്ദേഹത്തെ പാപങ്ങളിൽ നിന്നും നീ ശുദ്ധിയാക്കണമേ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. വബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി, അദ്ദേഹത്തിന് ഭൂമിയിലുള്ള ഭവനത്തെക്കാളും ഖൈറായ ഭവനം നീ നൽകണം. വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, ഭൂമിയിലുള്ള കുടുംബത്തെക്കാളും ഖൈറായ കുടുംബം. വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, ഭൂമിയിലുള്ള ഇണയേക്കാൾ ഖൈറായ സൗജ്. വഅദ്ഖിൽഹുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണം. വഅഇദ്ഹു മിൻ അദാബിൽ ഖബർ ഔ മിൻ അദാബിൻ നാർ, ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ നരകശിക്ഷയിൽ നിന്നും അദ്ദേഹത്തെ കാത്തു രക്ഷിക്കണമേ എന്ന് പറയുന്ന ദുആയാണ്. എത്ര മനോഹരം! മയ്യത്തിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ ദുആയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആകൾ അങ്ങനെയാണ്, ജാമിഉം മാനി ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള, ഒന്നും ഒഴിവാക്കേണ്ടതാത്തതായ അങ്ങനെയുള്ള സമ്പൂർണ്ണമായ ദുആയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ. അപ്പോൾ അത് നമ്മൾ പഠിക്കുക. അല്ലാതെ എപ്പോഴും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് മാത്രം പറഞ്ഞിട്ട് ആ നിസ്കാരം അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ നമുക്കില്ലാതിരിക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഹിഫ്ളാക്കുക, മനപ്പാടമാക്കുക, അത് ചെയ്യുക. ഇനി ഇതിന് ശേഷം ഒരു തക്ബീർ കൂടിയുണ്ട്. ആ തക്ബീറിന് ശേഷം ഒന്നും ചൊല്ലേണ്ടതില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിനുശേഷവും മയ്യത്തിന് വേണ്ടി വന്ന ചില ദുആകൾ മറ്റു ചില ഹദീസിലൊക്കെ ഉണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിന വ മയ്യിത്തിന വ ഗായിബിന വ ഷാഹിദിന വ ദക്കറിന വ ഉൻസാന തുടങ്ങിയ ദുആകളൊക്കെ ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ദുആ ഉണ്ടെങ്കിൽ അത് ചൊല്ലിയാൽ നല്ലത്. എന്നൊരാൾ ഒന്നും ചൊല്ലിയിട്ടില്ല, ആ തക്ബീറിന് ശേഷം സലാം വിട്ടുകയാണെങ്കിൽ അത് മതിയായതാണ്. പൂർണ്ണമായ രൂപം തന്നെയാണ് അയാൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ സലാം വിട്ടുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം വലതുഭാഗത്തേക്ക് ഒരു സലാം മാത്രം വീട്ടിയാൽ മതി എന്നാണ്. അത് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അത് തന്നെയാണ്. എന്നാൽ രണ്ടു ഭാഗത്തേക്കും സലാം വീട്ടുകയാണ് എങ്കിൽ ഫല ഹറജ്, അതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു നാട്ടിൽ രണ്ടു ഭാഗത്തേക്കും സലാം വീട്ടുന്നുണ്ട്, ഇമാം സലാം വീട്ടുന്നുണ്ട് എങ്കിൽ നമ്മൾ രണ്ടു ഭാഗത്തേക്കും സലാം തന്നെ വീട്ടുക.
ഇനി അതല്ല ഒന്നേ ഉള്ളൂ, നമ്മൾ ഇവിടെയും അതുപോലെ സൗദി അറേബ്യയിലൊക്കെ ഹറമിലൊക്കെ ഉണ്ടാകുന്ന പോലെ വലതുഭാഗത്തേക്ക് മാത്രമാണ്, ഒന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒന്ന് തന്നെ മതി. അപ്പോൾ അവിടെ നമ്മൾ 2 ചെയ്യേണ്ടതില്ല. അതേപോലെ ഓരോ തക്ബീറിന് ശേഷവും നമ്മൾ കൈകൾ ഉയർത്തുക. ഇതുമായി ബന്ധപ്പെട്ട് ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല എങ്കിലും സ്വഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അങ്ങനെ ചെയ്തതായി മറ്റുള്ള ചില സ്വഹാബികളും ചെയ്തതായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് ഉയർത്തുക, നമ്മൾ ഈദിൻ്റെ നിസ്കാരത്തിൽ ഉയർത്തുന്നത് പോലെ. ഇമാം തിർമിദി പറയുന്നുണ്ട്, റഅ അക്സറു അഹ്ലിൽ ഇൽമി മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈരിഹിം, അധിക സ്വഹാബികളിൽ നിന്നും അല്ലാത്തവരുമായ അഹ്ലുൽ ഇൽമായ ഒരുപാട് ആളുകൾ, പണ്ഡിതന്മാർ, അവർ കാണുന്ന അഭിപ്രായം അൻ യർഫഅ അർ-റജുലു യദൈഹി ഫി കുല്ലി തക്ബീറത്തിൻ അലൽ ജനാസ, ജനാസ നിസ്കാരത്തിൽ ഓരോ തക്ബീറിലും കൈകൾ ഉയർത്തുക എന്നുള്ളത് ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനു തിർമിദിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ കൈകൾ ഉയർത്തുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അപ്പോൾ ഇതാണ് മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപം, ഇത്രയേ ഉള്ളൂ. ഇനി ആ മയ്യിത്ത് നിസ്കാരത്തിന് ഒരുപാട് പ്രതിഫലമുണ്ട്, വലിയ ഖിറാത്ത് പ്രതിഫലമുണ്ട്. അതായത് ഉഹുദ് മലയോളം, ഉഹുദ് മല എന്ന് പറഞ്ഞാൽ സിൽസിലത്തുൽ ജബലാണ്, ഒരുപാട് പർവ്വത നിരകളാണ്. അപ്പം അത്രയും പ്രതിഫലം ഒരാൾക്ക് ഒരു മയ്യിത്ത് നിസ്കാരം നിസ്കരിച്ചാൽ ലഭിക്കും. അതുകൊണ്ട് അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മുതലെടുക്കണം. അവസരം കിട്ടുകയാണെങ്കിൽ മുതലെടുക്കണം. അതുകൊണ്ടാണ് ഉംറയ്ക്ക് പോകുന്ന ആൾക്കാരോട് പലപ്പോഴും അവരോട് നൽകാനുള്ള ഉപദേശങ്ങൾ മയ്യിത്ത് നിസ്കാരം കൂടി ശരിക്കും പഠിച്ചോളൂ എന്നാണ്. കാരണം അവിടെ ഹറമുകളിൽ നമുക്ക് ഓരോ വക്തിന് ശേഷവും മയ്യിത്ത് നിസ്കാരം കിട്ടും. അത് ഒന്നിലധികം മയ്യിത്തായിരിക്കും, ഒരുപാട് പ്രതിഫലം കിട്ടും. ഒറ്റ മയ്യിത്തൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ 5, 6, 10 മയ്യിത്തൊക്കെ ഉണ്ടാവും. 10 മയ്യിത്തിന് നിങ്ങൾ ഒറ്റ നിസ്കാരം കൊണ്ടൊന്ന് കിട്ടി. അപ്പോൾ അത്രയും നിസ്കാരങ്ങൾ നിർവഹിച്ച പ്രതിഫലം കിട്ടും. അത് ഹറമാണ്. ഹറമിൽ സുന്നത്താകട്ടെ ഫർളാകട്ടെ 1,00,000 കൂലി കിട്ടും. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുക, ഉംറയ്ക്ക് പോകുമ്പോൾ അങ്ങനെ ഈ കാര്യം കൂടി പഠിക്കുക. കാരണം മയ്യിത്ത് നിസ്കാരം കൂടി പ്രതീക്ഷിക്കുക. അങ്ങനെ പ്രതീക്ഷിച്ചാൽ ഒരു ഉപകാരമുണ്ട്. നിങ്ങളവിടെ പോയിട്ടുള്ള ഒരു വക്തിന് കിട്ടി, ആ വക്തിന് എങ്ങാനും മയ്യിത്ത് നിസ്കാരം ഇല്ലെങ്കിൽ പോലും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ഉണ്ട്. കാരണം നിങ്ങളത് സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യത്തെ പ്രതീക്ഷിച്ച് ഒരു സ്ഥലത്തേക്ക് ഒരാൾ എത്തിയാൽ അയാൾക്കത് സാധിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും, ആ നിയ്യത്തിനുള്ള പ്രതിഫലം അയാൾക്ക് കിട്ടും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കുക. മയ്യിത്ത് നിസ്കാരത്തിന് ഒരുപാട് ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ഇനി മയ്യിത്ത് നിസ്കാരത്തുമായി ബന്ധപ്പെട്ട 1-2 മസ്അലകൾ. അതിലൊന്നാണ്, ഒരാൾക്ക് മയ്യിത്ത് നിസ്കാരം കിട്ടിയില്ല, എത്തുമ്പോഴേക്കും എന്ത് ചെയ്തു? മറമാടിപ്പോയി, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് എടുത്തുപോയി. പിന്നീട് അയാൾക്ക് മയ്യിത്ത് നിസ്കരിക്കണമെങ്കിൽ എന്താ ചെയ്യുക? മറമാടി കഴിഞ്ഞാൽ ആ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് മയ്യിത്ത് നിസ്കരിക്കാം. പലപ്പോഴും ദൂരത്ത് യാത്ര ചെയ്തിട്ടൊക്കെ മയ്യിത്ത് നിസ്കാരത്തിന് എത്താൻ പോകുമ്പോൾ വേണ്ടപ്പെട്ടവരാണെങ്കിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ആ പള്ളി അടിച്ചു വാരുന്ന സ്ത്രീയുടെ വിഷയത്തിൽ ചെയ്തത് ആ ഹദീസ് തെളിവാണ്. ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് നിസ്കരിക്കുക. അവിടെ നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഖബറിൻ്റെ അടുത്ത് നിന്നിട്ട് ഖിബലയിലേക്ക് തന്നെ തിരിയണം. ഖിബലയിലേക്കാണ് തിരിയണം. ഖബർ ഏത് ഡയറക്ഷനിലാകട്ടെ അതിൻ്റെ അടുത്ത് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ നിസ്കരിക്കേണ്ടത് എങ്ങോട്ടാണ്? ഖിബലയിലേക്കാണ്. നിസ്കരിക്കേണ്ടത് ഖിബലയിലേക്ക് തിരിഞ്ഞിട്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യാം. ഇനി മറഞ്ഞ മയ്യിത്തിൻ്റെ നിസ്കാരം ഈ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് മിനിഞ്ഞാന്ന് എല്ലാ പള്ളിയിലും മറഞ്ഞ മയ്യിത്ത് നിസ്കാരം ഉണ്ടായിരുന്നു. നമുക്കറിയാം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിൽ ഉണ്ട്. ചില പണ്ഡിതന്മാർ നിരുപാധികം മറഞ്ഞ മയ്യിത്തിന് നിസ്കരിക്കാമെന്ന അഭിപ്രായമുണ്ട്. ഷാഫി മദ്ഹബിലൊക്കെ പൊതുവെ കണ്ടുവരുന്ന അഭിപ്രായം അതാണ്. എന്നാൽ വേറെ ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ഒരുപാട് സ്വഹാബികൾ പല സ്ഥലത്ത് മരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടുണ്ട്. യുദ്ധങ്ങളും മറ്റും പല കാര്യങ്ങൾ കൊണ്ടും അറിഞ്ഞിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും വേണ്ടി ചെയ്തിട്ടില്ല. എന്നാൽ നജാഷിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നജാഷി അബിസീനിയയിലെ രാജാവായിരുന്നു. അത് ചെയ്യാനുള്ള കാരണമായി പറയുന്നത് അദ്ദേഹം മുസ്ലിം ആയത് ആ നാട്ടിൽ ആരും അദ്ദേഹം അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചപ്പോൾ നിസ്കരിക്കാൻ ആൾക്കാർ ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സ്വഹാബികളെ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയും അങ്ങനെ അവിടെ മറഞ്ഞ മയ്യിത്തിന് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞതാണ്, സമൂഹത്തിൽ ആരും നിസ്കരിക്കാത്തൊരു മയ്യിത്തിനെ നമുക്ക് എന്തായാലും മറഞ്ഞ മയ്യിത്ത് നിസ്കരിക്കാം. നമുക്കറിയാം ഒരു സഹോദരൻ ഇന്ന സ്ഥലത്ത് പോയി മരിച്ചു, അവിടെ ആരും നിസ്കരിച്ചിട്ടില്ല, നമുക്ക് നിസ്കരിക്കാം. 2 വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഇതുപോലെ ഇസ്ലാമിന് വലിയ ഖിദ്മത്തുകൾ ചെയ്ത വലിയ പണ്ഡിതന്മാരോ ഉമറാക്കളോ ഭരണാധികാരികളോ മരിച്ചാൽ അവർക്കും വേണ്ടി നിസ്കരിക്കാം. നജാഷി അതിന് തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മുസ്ലിമീങ്ങൾക്കും നിസ്കരിച്ചിട്ടില്ല, ഇതേപോലുള്ള ആൾക്കേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, മൂന്നാമത്തെ നിങ്ങൾക്ക് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ഖിലാഫിയായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഈ ഖത്തറിലൊരു വലിയൊരു അംറുണ്ട്. വലിയൊരു അംറ് ഭരണാധികാരി തീരുമാനം എടുക്കുകയാണ് ഇവിടെ മയ്യിത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ആ ഖിലാഫ് നീങ്ങും. അതാണ് അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലകളിൽ. അതായത് ഇജ്തിഹാദിയായ ഇത്തരം വിഷയങ്ങളിൽ ഭരണാധികാരി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ആ ഖിലാഫ് നീങ്ങി. പിന്നീട് ആ ഭരണാധികാരിയുടെ തീരുമാനം നമ്മൾ സ്വീകരിച്ചാൽ മതി. 2 ദിവസം മുമ്പ് ഇശാക്ക് ശേഷം എല്ലാ പള്ളിയിലും നിസ്കാരം ഉണ്ടായിരുന്നു. അത് നമ്മളത് സ്വീകരിക്കാം. നമ്മളതിന് മറഞ്ഞ മയ്യിത്തിന് നിസ്കാരം കാണാത്ത ആളാണെങ്കിൽ നമുക്ക് ആ നിസ്കാരം സ്വീകരിക്കാം. കാരണം അത് ഭരണാധികാരി എന്ത് ചെയ്തിട്ടുണ്ട്? അഭിപ്രായം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? അതൊരു ഹറാമായ കാര്യമല്ല. അതോടുകൂടി അഭിപ്രായ വ്യത്യാസത്തിൻ്റെ തീരുമാനമായി. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അധിക ഉലമാക്കളും അങ്ങനെ തന്നെയാണ്
അഭിപ്രായം സ്വീകരിച്ചതായിട്ട് കാണുന്നത്. അല്ലാഹു അഅലം. അപ്പോൾ ഇതാണ് നമ്മുടെ മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനുശേഷം അവസാനത്തെ കാര്യമാണ് മയ്യിത്ത് മറമാടുക.